തിമോത്തിയോസ് 1 അതിന്റെ 9 സെക്കൻഡ് ടിമത്തി ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 9. വചനം ഇങ്ങനെ പറയുന്നു, For God saved us and called us to live a holy life. He did this not because we deserved it, but because that was His plan from before the beginning of time, to show us His grace through Christ Jesus. Hallelujah. നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 1 അതിന്റെ 9. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ആമേൻ. സ്തോത്രം. ഇതൊരു വലിയ ആഴമേറിയ വാക്കായത്. ഹല്ലേലൂയ. വെറുതെ അത് വായിച്ചു വിടാൻ ഉള്ള ഒരു വാക്കല്ല. വചനത്തിനകത്ത് വചനം എഴുതിയിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മളെ, കുറെ കാര്യങ്ങളുണ്ട്. ദൈവം നമ്മളെ രക്ഷിച്ചു, ദൈവം നമ്മളെ വിളിച്ചു, തെരഞ്ഞെടുത്ത് നമ്മളെ വിളിച്ചു. എപ്പോഴായത്? ഹല്ലേലൂയ. എന്തിനായത്? ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ. ഒന്ന് ചിന്തിക്കാം. അപ്പം ഇന്ന് പറയേണ്ട ഒരു കാര്യം, എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ വിളിയ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരു വിശുദ്ധ വിളിയ എൻ്റെ മേൽ കിടക്കുന്നത്. സ്തോത്രം. വചനം പറയുന്നു, ദൈവം നമ്മളെ രക്ഷിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ. നമ്മളെ വിളിച്ചത്, തെരഞ്ഞെടുത്തത് നമ്മൾ ആയിരുന്ന അവസ്ഥകളിൽ നിന്ന്. തിരുവചനം നമ്മളോട് പറയുന്നു, നമ്മള് ഇരുട്ടിൽ കിടന്നവര്, ഒരു നാള് നമ്മള് ഇരുട്ടിൽ കിടന്നവര്, ഈ ഇരുട്ടിൽ കിടന്നെടുത്തുനിന്ന് ദൈവം നമ്മളെ തൻ്റെ കെടാത്ത ബീജമായ നിത്യജീവന്റെ വചനമിട്ട് 23 പറയുന്നു, നമ്മൾ വീണ്ടും ജനിച്ചവരാ. എങ്ങനെയാ വീണ്ടും ജനിച്ച? അപ്പൊ നമ്മള് അഴുക്കിൽ കിടന്നവരാ, പക്ഷെ നമ്മൾ പുതുക്കത്തിൽ നമ്മളെ ജനിപ്പിച്ചു, പുതുക്കം നമ്മൾ പ്രാപിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൽ കിടന്നപ്പം ആ പാപത്തിൽ നിന്ന് നമ്മളെ ഒരു വിശുദ്ധ ജീവിതത്തിനകത്തേക്ക് നമ്മളെ കോരിയെടുത്തു. സ്തോത്രം. നമ്മൾ അഴുക്കിൽ കിടന്നപ്പോ ആ അഴുക്കിനകത്തുനിന്ന് നമ്മളെ കർത്താവ് വന്ന് നമ്മുടെ പേര് വിളിച്ച് ഹല്ലേലൂയ നമ്മളെ പുറത്തിറക്കിക്കൊണ്ടുവന്നു. സ്തോത്രം. ഇതൊരു വലിയ കാര്യമാ. നമ്മൾ കൊള്ളാതെ കിടന്നപ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞില്ല സ്നേഹിക്കാമെന്നോ. ഈ വചനം നോക്കിയാൽ, വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം നമ്മൾ കൊള്ളാതെ ഇരുന്നപ്പോൾ, ഒന്നിനും മെച്ചമില്ലാതിരുന്നപ്പോൾ ദൈവം നമ്മളെ തേടി വന്നിട്ട് നമ്മളെ പേര് ചൊല്ലി വിളിച്ച് നമ്മളെ പുറത്തിറക്കിക്കൊള്ളുന്നു. ഇതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാതെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും രക്ഷയില്ല, വേറെ ഒന്നും മാർഗമില്ല, അല്ലെ? ഇന്ന് ലോകത്ത് മനുഷ്യര് നമ്മളെ തള്ളിക്കളയാം. നാട്ടുകാര്, വീട്ടുകാര്, സ്വന്തക്കാര്, സകലരും നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം. ഇന്ന് തെറ്റ് ചെയ്യുന്നവരെയും കുറ്റം കാണിക്കുന്നവരെയും ആർക്കും വേണ്ട. പക്ഷെ ദൈവം പറയാ, എനിക്ക് നിന്നെ വേണം. സ്തോത്രം. നമ്മൾ ആയിരുന്നപ്പോ നമ്മളെ വിളിച്ചിട്ട് ദൈവം പറയാ, നിന്നെ ഞാൻ വിശുദ്ധ വിളിക്കകത്തേക്കാ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ കൊള്ളാതിരുന്നപ്പോൾ തന്നെ നമ്മളെ തെരഞ്ഞെടുത്ത് ഹല്ലേലൂയ നമ്മുടെ പേര് വിളിച്ച് നമ്മളെ അഴുക്കിൽ നിന്ന് കോരിയെടുത്ത് സ്തോത്രം ഒരു വിശുദ്ധ ജീവിതത്തിനകത്തേക്ക് വെച്ച്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നിട്ട് അവിടെ 2 തിമോത്തിയോസ് 1:9 പറയുക, നമ്മൾക്ക് ഇത് അർഹരായിട്ടല്ല, നമ്മളിത് യോഗ്യത ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന പദ്ധതിയായിരുന്നു. നമ്മളെ ഇരുട്ടിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ഡിപ്രഷനകത്തു നിന്നും ഒക്കെ നമ്മളെ കോരിയെടുത്ത് ദൈവത്തിൻ്റെതാക്കി വെച്ച് സ്തോത്രം ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ അടയാളമാക്കി വെക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 1 പത്രോസിന്റെ ലേഖനം 1 പറയുന്നു, For you have been born again, but not to a life that will quickly end. Your new life will last forever because it comes from the eternal living word of God. എന്ന് വായിക്കാം. നിങ്ങള് നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. കണ്ടോ, മനുഷ്യന്റെ ബീജം കെട്ടുപോകും,
പക്ഷെ ദൈവത്തിന്റെ ബീജമായ ദൈവവചനം. അപ്പൊ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവ മക്കളെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചവരാ. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടും ജനിച്ച് നമ്മൾ പുതിയ സൃഷ്ടിയായത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന്, വചനം കൊണ്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ ബീജത്താൽ ജനിക്കുന്ന കുഞ്ഞുങ്ങള് മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യന്റെ ഭയം, നിരാശ, മനുഷ്യന്റെ തോൽവി, ജയം എല്ലാം അവന്റെ അകത്തുണ്ട്. പക്ഷെ വചനം പറയുന്നു, ഇന്ന് നമ്മൾ വീണ്ടും ജനിച്ചവര്, അല്ലെ, നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്ന മനുഷ്യന്റെ ബീജത്താലല്ല, പക്ഷെ കെടാത്ത അനശ്വരമായ, ഇന്നലെയും ഇന്നും ഏക്കും അനന്യനായ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മള് കെടാത്ത ബീജമായ ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ ബീജത്തിൽ നിന്ന് നമ്മൾ ജനിച്ചെങ്കിൽ, ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ജനിച്ചെങ്കിൽ, ദൈവത്തിന്റെ സകല ഗുണങ്ങളും നമ്മളുടെ അകത്തുണ്ട്. ഇന്നൊന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ സകല ഗുണവും എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല ശക്തിയും എൻ്റെ അകത്തുണ്ട്. ദൈവത്തിന്റെ സകല സ്വഭാവവും എൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ ചിന്തിച്ച്, പൂച്ച ജനിപ്പിക്കുന്നത് പൂച്ചക്കുഞ്ഞിനെയാ. ഹല്ലേലൂയ. പശു ജനിപ്പിക്കുന്നത് പശുവിന്റെ കുഞ്ഞിനെയാ, കിടാവിനെയാ ജനിപ്പിക്കുന്നത്. ഇന്ന് മനുഷ്യൻ ജനിപ്പിക്കുന്ന മനുഷ്യന്റെ കുഞ്ഞിനെയാ. പക്ഷെ തിരുവചനം പറയുന്നു, നമ്മൾ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. ദൈവവചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ, ദൈവം നമ്മളെ ജനിപ്പിച്ചു എങ്കിൽ, ഇതാണ് സത്യം. അങ്ങനെയെങ്കിൽ ദൈവത്താൽ ജനിക്കപ്പെട്ടവനെല്ലാം ദൈവത്തിനെ പോലെ. ഓ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയും സൗന്ദര്യവും ബലവും ഗുണവും ദൈവത്തിന്റെ സകല സ്വഭാവങ്ങളും ദൈവത്തിനകത്തുള്ള സകല സൽഗുണങ്ങളും നമ്മളുടെ അകത്തുണ്ട്. വീണ്ടും ജനിച്ച് എന്റെയും നിങ്ങളുടെയും അകത്ത് ശക്തിയും ബലവും ഗുണവും ഉണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതാ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത്, ഇവര് ദൈവത്തിനെ പോലെ എന്ന്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വചനം നമ്മളോട് പറയുന്നു, ഇതാണ് സത്യം. ദൈവത്തിനകത്ത് ആണും പെണ്ണുമായിട്ട് സകലരെയും സൃഷ്ടിച്ചു. നമ്മളെ ദൈവം സകലരെയും സൃഷ്ടിച്ചു. നമ്മളെ ദൈവം തന്റെ സ്വന്തം ഛായയിലും സ്വന്തം രൂപത്തിലും സ്വന്തം നേച്ചറില് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ചവര് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിത്യജീവനകത്തേക്ക് യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താൽ നിത്യജീവനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നവരാ. ഹല്ലേലൂയ. ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത്, സ്തോത്രം, നമ്മളോട് പറയുന്നു, ജോൺ ചാപ്റ്റർ 1 അതിന്റെ 14 വാക്യം. ജോൺ ചാപ്റ്റർ 1 12 വാക്യം, 12-13 വാക്യം. ഹല്ലേലൂയ. 12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്നയാളെന്നോ ഇന്ന പ്രീ കണ്ടീഷൻ വെച്ചിട്ടില്ല, അല്ലെ? എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ഫോർ എക്സാമ്പിൾ മേടിക്കണമെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു വില്ല എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അതിനകത്ത് ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരു വീട് മേടിക്കണമെങ്കിൽ അതിനകത്തെ ഒരു കണ്ടീഷനാണ് ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. അല്ല എങ്കിൽ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കണം. ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ കൂടെ അതിന്റെ കൂടെ ചേർന്ന് മേടിക്കണം. കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇന്ന് എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആ ഫ്ലാറ്റ് മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇച്ചിരി പൈസ ഉണ്ടാവണം, ഇത്ര പൈസ ഉണ്ടാവണം. നമ്മളൊരു കടയിൽ ചെന്ന് സാധനം മേടിക്കണമെങ്കിൽ ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്, നമുക്ക് ആ സാധനം മേടിക്കാനായിട്ടുള്ള പൈസ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഹല്ലേലൂയ, തിരുവചനം പറയുന്നു, തന്നെ അവൻ യേശുവിന്റെ മക്കളായി തീരാൻ, അല്ലെങ്കിൽ യേശുവിന്റെ കൂട്ടവകാശികളായി തീരാൻ, സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ മക്കളായി തീരാൻ ഒരേ ഒരു പ്രീ കണ്ടീഷനേ ഉള്ളൂ. ഹല്ലേലൂയ, അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്നവർ. എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിച്ച്, യേശു ദൈവമാണെന്ന് വിശ്വസിച്ച്, ഹല്ലേലൂയ, യേശുവിനെ
കൈക്കൊള്ളുന്നവർ, ഇതെന്റെ ദൈവമാണ്, എന്റെ കർത്താവാണ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റുപറയുന്ന, ഇതാണ് പ്രീ കണ്ടീഷൻ. ദൈവത്തിന്റെ മക്കളാകാൻ അവകാശം കൊടുക്കുന്നു. ഇറ്റ് ഈസ് എ റൈറ്റ്. ഹല്ലേലൂയ. എനിക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു അവകാശം ഉള്ളതുപോലെ തന്നെ ഹല്ലേലൂയ അതിലും അപ്പുറം ഈ സ്റ്റാൻഡിങ്. ഹല്ലേലൂയ. ദൈവവചനം പറയാ, അവനെ വിശ്വസിക്കുന്നവർക്ക്, അവനെ കൈക്കൊള്ളുന്നവർക്ക് കൈക്കൊള്ളുന്നവർക്ക് ദൈവമക്കളാകാൻ അവകാശം കൊടുക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളായി കഴിഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും നമ്മളെ നിറച്ചിരിക്കുക. സ്തോത്രം. വചനം പറയുന്നു, ഇങ്ങനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവകാശം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് ഹല്ലേലൂയ അവര് ദൈവവചനത്താൽ വിടുവിക്കപ്പെട്ട് അവര് പുതിയ സൃഷ്ടിയാകാൻ ദൈവം അവകാശം കൊടുത്തിട്ട് 2 തിമോത്തിയോസ് 1:9 പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, ദൈവം നമ്മളെ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, ആ ട്രാക്കിൽ കയറി നിൽക്കുവാൻ നമുക്ക് അവകാശം തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അഴുക്കിൽ നിന്ന് വിശുദ്ധിക്കകത്തേക്ക് വന്നു, പാപത്തിൽ നിന്ന് വിശുദ്ധ ജീവിതത്തിനകത്തേക്ക് വന്നു, തോൽവിക്കകത്തുനിന്ന് ജയത്തിനകത്തേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മൾ സകല നന്മയ്ക്കകത്തേക്ക് വന്നു. വചനം പറയുന്നു ഹല്ലേലൂയ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാം വാക്യം ഹല്ലേലൂയ എന്ന് വായിക്കാം. 1 പത്രോസ് 2:9. But you are not like that. You are a chosen people. You are royal priests, a holy nation, God's very own possession. As a result, you can show others the goodness of God, for he called you out of the darkness into his wonderful light. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, നിങ്ങളെ ഇരുട്ടിൽ നിന്ന്, പാപത്തിൽ നിന്ന്, തോൽവിയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന് നിങ്ങളെ വിളിച്ചെടുത്തിട്ട് നിങ്ങളെ വിളിച്ച് തന്റെ വെളിച്ചത്തില് ദൈവത്തിന്റെ വെളിച്ചത്തിനകത്ത് ആക്കി വെച്ചിട്ട് ഹല്ലേലൂയ നമ്മളെ എന്തിനാ ഈ വെളിച്ചത്തിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത്? ഈ വെളിച്ചത്തിനകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ നന്മയെ കാണിക്കാൻ, ദൈവം നല്ലവൻ എന്ന് കാണിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ അത്ഭുതം വിളിച്ചു പറയാൻ വേണ്ടി, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടി നമ്മളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിനകത്ത് ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനം അവിടെ പറയുന്നു, ഇതുകൊണ്ട് നിങ്ങള് സാധാരണക്കാരല്ല, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവും. ഹല്ലേലൂയ. കണ്ടോ വചനം പറയാ, നിങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരും പ്രാക്കേറ്റവരും തോറ്റവരും നിരാശപ്പെട്ടവരും നിങ്ങൾ കൊള്ളാത്തവരും ഒന്നുമല്ല, നിങ്ങൾ ഇനിയും പാപത്തിൽ കിടക്കുന്നവരല്ല എന്ന് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. അന്നേരം ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നു. യേശു എൻ്റെ കർത്താവാണ്, യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, യേശു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വായും കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം നടക്കുന്നു. എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഇരുട്ടിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടിരുന്നു. നിങ്ങളെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കൊണ്ടിരുന്നു. നിങ്ങളെ തോൽവിയിൽ നിന്ന് നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടിരുന്നു. നിങ്ങളുടെ പാപങ്ങളെല്ലാം മാറ്റി ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ വായും കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പാപമെല്ലാം മാഞ്ഞു പോയിട്ട് ഹല്ലേലൂയ നിങ്ങൾ പാപവും കുറ്റവും ഇല്ലാത്തവരായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ്? യേശുവിന്റെ കർത്താവാണ്, യേശുവിന്റെ രക്ഷാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ തോൽവിയെല്ലാം വിട്ടുമാറി ജയമാകുക, പാപമെല്ലാം മാഞ്ഞുപോയി പാപമില്ലാത്തവനും കുറ്റമില്ലാത്തവനുമായി തീരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നീതി എൻ്റെ മേൽ വീഴുക. ഹല്ലേലൂയ. ക്രിസ്തു
ക്രിസ്തുവിന്റെ നീതി എൻ്റെ മേൽ വീഴുക. ഹാലലൂയ. ക്രിസ്തുവിന്റെ ഈ നീതി വീഴുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, ഹാലലൂയ, ദൈവത്തിന്റെ 2 തിമോത്തിയോസ് 1:9 നമ്മൾ ചിന്തിച്ച ആ വാക്യം, ഹാലലൂയ, ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ വീഴുന്നു. ഹാലലൂയ. ഒരു വിശുദ്ധ ജീവിതം പക്ഷേ നമ്മൾ യേശു എൻ്റെ കർത്താവാണെന്ന് വിളിച്ചു പറയുമ്പോൾ, സ്തോത്രം, ഹാലലൂയ, ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേലിടുക, നമ്മളൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടി. ഇത് ഭയങ്കരമാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, അസാധാരണമായ ദൈവ സാന്നിധ്യം നമ്മളുടെ മേൽ വീണിട്ട് ഓരോ നിമിഷവും നമ്മളെ വിശുദ്ധ ജീവിതം ജീവിക്കാൻ കർത്താവ് സഹായിക്കുക. നമ്മളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. വചനത്തിലൂടെ, തൻ്റെ സംസാരത്തിലൂടെ, മറ്റുള്ളവരിലൂടെ കർത്താവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. കർത്താവിന് പക്ഷെ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം തൻ്റെ ശക്തി, തൻ്റെ കൃപ നമ്മളുടെ മേലിട്ട് നമ്മളെ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹാലലൂയ. ദൈവത്തിന്റെ പദ്ധതി നമ്മളെ ഇരുട്ടിൽ നിന്നും തൻ്റെ വെളിച്ചത്തിനകത്തേക്ക് ആക്കി വെക്കുന്നേ. ഇരുട്ടിൽ നിന്നും തൻ്റെ വെളിച്ചത്തിനകത്തേക്ക് ആക്കി വെക്കുന്നേ. നമ്മളെ അന്ധകാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മളെ വെളിച്ചത്തിനകത്തേക്കും വിശുദ്ധിക്കകത്തേക്കും ആക്കി വെക്കുന്നേ. സ്തോത്രം, ഹാലലൂയ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കുന്നതാണ് ദൈവത്തിന്റെ പാപിയായിരുന്നപ്പോൾ തന്നെ എന്നെ തെരഞ്ഞെടുത്തതാണ് ദൈവത്തിന്റെ വിശുദ്ധ പദ്ധതി. ഹാലലൂയ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മൾ പാപത്തിൽ കടന്നു പോകുന്നതല്ല, പക്ഷെ വിശുദ്ധിക്കകത്തേക്ക് വരുന്നേ. നാം ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കുന്നത്. ഹാലലൂയ. ദൈവം തൻ്റെ പദ്ധതിക്കകത്ത് നമ്മളെ ആക്കി വെച്ച്, സ്തോത്രം, നമ്മൾ വീഴാതെ വണ്ണം, നശിച്ചു പോകാതെ വണ്ണം നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് സ്തോത്രം. അല്ലേ? ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ കർത്താവില് ആയിത്തീരുവാൻ? ഒരു യോഗ്യതയില്ല. നമ്മളൊക്കെ പല കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലും യേശുവിനെ അറിയാൻ ഒരു സാധ്യതയുമില്ല. ഇന്നൊന്ന് നോക്കിക്കേ, നമ്മളെ ഇത്രത്തോളം ആക്കിയത് കർത്താവല്ലേ? പലയിടത്തും വീണു പോകേണ്ടതല്ലായിരുന്നോ? പലയിടത്തും നശിച്ചു പോകേണ്ടതല്ലായിരുന്നോ? പലയിടങ്ങളിലും പാപത്തിൽപ്പെട്ട് പാപ ജീവിതത്തിന്റെ അടിമകളായി തീരേണ്ടതല്ലായിരുന്നോ? പക്ഷെ കർത്താവിന്റെ വലിയ പദ്ധതിയല്ലേ ഇതുവരെയും വന്നു നിന്നത്. ഓ ഹാലലൂയ. ദൈവത്തിന്റെ കൃപയല്ലേ, ദൈവത്തിന്റെ വലിയ കൃപയല്ലേ ആ തെരഞ്ഞെടുപ്പ് നമ്മളുടെ മേൽ വീണത്. ഓ സ്തോത്രം. നറുക്കിടുന്നത് പോലെ നറുക്കിട്ട് കിട്ടിയതല്ലേ ദൈവത്തിന്റെ ഈ വലിയ രക്ഷ. നമ്മൾ ആരെങ്കിലും തേടിപ്പോയതാണോ? നമ്മൾ ആരും തേടിപ്പോയതല്ല. പക്ഷെ എന്നെ തേടി വന്ന കർത്താവ്. ഓ ഹാലലൂയ. എന്നെ തേടി വന്നിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തേടി വന്നിട്ട് നമ്മളെ വിളിച്ചു മോനെ എന്നും മോളെ എന്നും നമ്മളെ വിളിച്ച് തൻ്റെ സ്വന്തം ആക്കി തീർത്തു. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചത് കൊണ്ടാ, ഞാൻ ഒരുപാട് നല്ല കാര്യം ചെയ്തത് കൊണ്ടാ ഇന്ന് ഞാൻ ഇങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുന്ന? വെറുതെയാ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ. സ്തോത്രം. ഏത് വശത്ത് വേണമെങ്കിലും വീഴാമായിരുന്നു. പക്ഷെ എനിക്കിവളെ വേണം, ഇവനെ വേണം. കർത്താവിന്റെ ആ തെരഞ്ഞെടുപ്പ്, എന്നിട്ട് വിശുദ്ധ ജീവിതത്തിനകത്തേക്ക് നമ്മളെ വെച്ചിരിക്കുക. ഇറ്റ്സ് എ ഹോലി കോളിംഗ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. തെരഞ്ഞെടുത്ത് വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമ്മളെ ഒരുക്കി വെച്ചത്. ഹാലലൂയ. കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്നൊന്ന് തിരിഞ്ഞു നോക്കണം ജീവിതത്തിനകത്ത്. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവെ, പലയിടങ്ങളിലും വീണു പോകേണ്ടതായിരുന്നു, പക്ഷെ അങ്ങയുടെ കരം ഞാൻ കണ്ടു. അങ്ങയുടെ കരം എന്നെ രക്ഷിച്ചു. അങ്ങയുടെ കരം എന്നെ വീഴു പോകാതെ സൂക്ഷിച്ചു. പാപത്തിന്റെ അടിമയായി തീരാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിച്ചു. അങ്ങയുടെ ആ വലിയ കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. മറക്കല്ല്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് വിശുദ്ധ ജീവിതം ജീവിക്കാൻ. കർത്താവിന് എല്ലാ മഹത്വവും. തൻ്റെ കൃപയ്ക്കായി സ്തോത്രം എന്നും പറയണം. കർത്താവെ, അങ്ങയുടെ ആ വലിയ കൃപയ്ക്കായി സ്തോത്രം. വീഴാതെ വണ്ണം, നശിച്ചു പോകാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന അങ്ങയുടെ വലിയ ഗ്രഹിക്കട്ടെ. വിശുദ്ധ വിളി മറക്കാതെ നമ്മൾ ജീവിക്കുന്നവരായി തീരട്ടെ. കർത്താവിന്റെ സകല നന്മയാൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ.